പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഒന്നാമത്തേത് മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരങ്ങളിലേക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ക്വാളിഫൈ ചെയ്ത റെസ്ലേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തേത് ജാഡ് ഗാബിളിനെ സംബന്ധിച്ച് WWE ലേറ്റസ്റ്റായി പുറത്തേക്ക് വിട്ട വാർത്തയെ സംബന്ധിച്ചും അവസാനത്തേത് റോമൻ റെയിൻസിൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ചുള്ള ഒരു റൂമറിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് വെക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ലാഡർ മാച്ചിലേക്കുള്ള ക്വാളിഫയേഴ്സിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ 3 ലാഡർ മത്സരങ്ങളിലേക്കുള്ള ക്വാളിഫയർ മത്സരങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഒന്ന് വുമൻസിൻ്റെ ലാഡർ മത്സരത്തിലേക്കുള്ള ക്വാളിഫയർ മത്സരമായിരുന്നു. അതിൽ ബിയാങ്ക ബെലേർ വേഴ്സസ് മീച്ചിൻ വേഴ്സസ് ചെൽസി ഗ്രീൻ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് കാണാൻ സാധിച്ചത്. വളരെ ഒരു അട്ടിമറി വിജയം എന്നുള്ളത് പോലെ ചെൽസി ഗ്രീൻ മത്സരത്തിൽ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചെൽസി ഗ്രീനെ കൂടാതെ റോയിൽ നിന്ന് ക്വാളിഫൈ നേടിയ ഇയോ സ്കൈ ഈ ഒരു ലാഡർ മത്സരത്തിൽ കളിക്കുമെന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് മെൻസ് ലാഡർ മത്സരത്തെ സംബന്ധിച്ചാണ്. 2 ക്വാളിഫയർ മത്സരമാണ് ഇന്നത്തെ സ്മാക്ഡൗണിൽ നടന്നത്. അതിൽ ആദ്യത്തേതിൽ റാൻഡി ഓർട്ടൺ വേഴ്സസ് ടമ ടോങ്ക വേഴ്സസ് കർമേലോ ഹേസ് തമ്മിലുള്ള മത്സരമാണ് നടന്നത്. ബ്ലാക്ക് ലൈനിലെ മറ്റൊരു മെമ്പറായ ടോങ്ക ലോവയുടെ ഒരു ഡിസ്ട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മത്സരത്തിൽ റാൻഡി ഓർട്ടൻ്റെ ശ്രദ്ധ പോകുകയും ഈ അവസരം മുതലെടുത്തുകൊണ്ട് കർമേലോ ഹേസ് റാൻഡി ഓർട്ടനെ പിൻ ചെയ്തുകൊണ്ട് ക്വാളിഫൈ നേടുന്നതുമാണ് കാണാൻ സാധിച്ചത്. മറ്റൊരു ക്വാളിഫയർ മത്സരത്തിൽ കെവിൻ ഓവൻസ് വേഴ്സസ് ഗ്രേസൺ വോളർ വേഴ്സസ് ആൻഡ്രാഡെ തമ്മിലുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ എൻട്രൻസ് റാമ്പിൽ വെച്ച് കെവിൻ ഓവൻസിനെ ബ്ലാക്ക് ലൈൻ ഗ്രൂപ്പ് ആക്രമിക്കുന്നുണ്ട്. പിന്നീട് കെവിൻ ഓവൻസ് മത്സരത്തിൽ പങ്കെടുത്തു എന്നുണ്ടെങ്കിലും മത്സരത്തിൽ ആൻഡ്രാഡെ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതും വളരെ അപ്സെറ്റ് ആയിട്ടുള്ള, അതായത് ഒരു അട്ടിമറി വിജയമായിരുന്നു. അപ്പോൾ മെൻസ് ലാഡർ മത്സരത്തിലേക്ക് ഈ 2 റെസ്ലേഴ്സിനെ കൂടാതെ മെയിൻ ഈവൻറ്റ് ജെ ഉസോ റോയിലും വിജയിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ഇനിയുള്ള ബാക്കി മത്സരങ്ങൾ വരുന്ന റോ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കുമെന്നുള്ളതും കൺഫേം ആയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ജാഡ് ഗാബിളിനെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഈവൻറ്റിൽ വൈറ്റ് 6ൻ്റെ ഡെബ്യൂവിനോട് അനുബന്ധിച്ച് വൈറ്റ് 6 ആക്രമിച്ചത് ജാഡ് ഗാബിളിനെ മാത്രമാണെന്നുള്ളത് നമുക്ക് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ നിന്ന് അറിയാൻ സാധിച്ചതാണ്. ബാക്കി അവർ ആക്രമിച്ചവരൊന്നും റെസ്ലേഴ്സ് ആയിരുന്നില്ല. അതായത് സെഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി WWE അഡീഷണലായി കൊണ്ടുവന്ന സ്റ്റാഫുകൾ ആയിരുന്നു എന്നുള്ളതാണ് PW ഇൻസൈഡർ ലേറ്റസ്റ്റായി പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ജാഡ് ഗാബിളിൻ്റെ ഒരു റിട്ടേൺ ഒക്കെ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണാൻ സാധിക്കുമെന്നുള്ളൊരു രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെയാണ് പിന്നീട് പുറത്തേക്ക് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് WWE ഇപ്പോൾ സ്മാക്ഡൗൺ എപ്പിസോഡിന് ഇടയിലൂടെ ഒരു വമ്പൻ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. റോയുടെ ജനറൽ മാനേജറായ ഏദം പിയേഴ്സ് ജാഡ് ഗാബിൾ മെഡിക്കലി ക്ലിയർ ആയി എന്ന് പറഞ്ഞുകൊണ്ടും കൂടാതെ മണി ഇൻ ദ ബാങ്കിലെ ക്വാളിഫയർ മത്സരത്തിൽ ജാഡ് ഗാബിൾ തന്നെ പങ്കെടുക്കും, ഇല്യ ഡ്രാഗനോവ് ഒരു റീപ്ലേസ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതും ഏദം പിയേഴ്സ് കൺഫേം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏദം പിയേഴ്സിൻ്റെ ഈ ഒരു വീഡിയോയും അങ്കിൾ ഹൗഡി ഗ്രൂപ്പ്, അതായത് വൈറ്റ് 6 ഹാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏദം പിയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ പറയിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏദം പിയേഴ്സിൻ്റെ ഒരു ഫേസൊക്കെ വെച്ചുകൊണ്ട് വൈറ്റ് 6 അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണോ, അങ്ങനെ വളരെ വിചിത്രമായിട്ടുള്ള കുറേയധികം സംശയങ്ങൾ നമ്മളിലേക്ക് ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഓൾറെഡി ഏദം പിയേഴ്സിൻ്റെ എക്സ് അഥവാ ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അങ്കിൾ ഹൗഡി ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്ത് ഹാക്ക് ചെയ്തതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയും കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ WWE ജാഡ് ഗാബിൾ തിരികെ വരാൻ പോകുകയാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് പങ്കുവെച്ചുകൊണ്ട് നമ്മളെ പറ്റിക്കുകയാണോ, അതോ ജാഡ് ഗാബിൾ യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു ഇഞ്ചുറിയിൽ നിന്ന് പെട്ടെന്ന് മുക്തമായി അദ്ദേഹം സ്റ്റോറി ലൈൻ പ്രകാരം പെട്ടെന്ന് തിരിച്ചു വരാൻ പോകുകയാണോ, അങ്ങനെ കുറേയധികം സംശയങ്ങൾ എന്തായാലും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. നിലവിലെ അപ്ഡേറ്റ് അനുസരിച്ച് ജാഡ് ഗാബിൾ ഇനി വരുന്ന റോയിലെ ക്വാളിഫയർ മത്സരത്തിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജാഡ് ഗാബിളിൻ്റെ ആ ഇപ്പോഴുള്ള ക്യാരക്ടറിലാണോ അതോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ക്യാരക്ടറിലാണോ ജാഡ് ഗാബിൾ വരാൻ പോകുന്നത്, അങ്ങനെ ഒരു സംശയം ബാക്കിയുണ്ട്. കൂടാതെ ജാഡ് ഗാബിൾ ലേറ്റസ്റ്റായി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റിൽ അദ്ദേഹം ഒരു കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പിക്കാണ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ജാഡ് ഗാബിൾ തൻ്റെ ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് മുക്തമായി, അല്ലെങ്കിൽ വലിയൊരു ആക്രമണത്തിന് ശേഷം തിരികെ വരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയരുന്ന ഒരു ആശയമൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ ഇത് നടക്കുമോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. ജാഡ് ഗാബിളിൻ്റെ ഒരു തിരിച്ചറിവ് അവർ കാണിക്കുമോ എന്നുള്ളത്. ഇത്ര വലിയൊരു ഡെബ്യൂ ഒക്കെ വൈറ്റ് 6 കൊടുത്ത് പിന്നീട് അടുത്ത ആഴ്ച തന്നെ ആക്രമിക്കപ്പെട്ട റെസ്ലർ തിരികെ വരുമ്പോൾ വൈറ്റ് 6 കൊടുത്ത ഒരു ഡെബ്യൂവിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളത് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് റോ എപ്പിസോഡ് തന്നെ കണ്ടറിയാം. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് റോമൻ റെയിൻസിൻ്റെ
തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന റൂമേഴ്സാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ബ്ലഡ് ലൈനിലേക്ക് പുതിയ മെമ്പറായി ജേക്കബ് ഫാറ്റു ഡെബ്യൂ ചെയ്യുന്നതാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അതിലുപരി മെയിൻ ഈവൻറ്റിൽ കോഡി റോഡ്സും സോളോ സിക്കോവും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് ഗൊറില്ല പൊസിഷനിൽ ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമനോടും സോളോ പറയുന്നുണ്ട് റോമൻ ഇനി തിരികെ വരാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ റോമൻ ഇനി തിരികെ വന്നാലും ബ്ലഡ് ലൈനിൽ ഇടം ഉണ്ടാകില്ല എന്നുള്ളൊരു അർത്ഥം കൂടി സോളോയുടെ ഈ ഒരു വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ട്രൈബൽ ചീഫ് ഹെഡ് ഓഫ് ദ ടേബിൾ എന്ന ക്യാരക്ടറിൽ റോമൻ റെയിൻസ് തിരികെ വരാനുള്ള സാധ്യത അവിടെ കുറഞ്ഞിരിക്കുന്നു. റോമൻ റെയിൻസ് തിരികെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും റോമൻ റെയിൻസിൻ്റെ കൂടെ ഇനി ഊസോസ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ ബ്ലഡ് ലൈനെതിരെ പോരാടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും റോമൻ റെയിൻസ് പഴയ ട്രൈബൽ ചീഫ് ക്യാരക്ടർ ചെയ്തിട്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം ട്രൈബൽ ചീഫ് എന്ന ക്യാരക്ടറിൽ റോമൻ നിന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലൻ ക്യാരക്ടർ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഒരു വില്ലൻ പേഴ്സോണയുള്ള ട്രൈബൽ ചീഫ് ചെയ്ത് പിന്നീട് സോളോ സിക്കോവയ്ക്കെതിരെയുള്ള സ്റ്റോറിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും അദ്ദേഹം ഹീലായിക്കൊണ്ട് പോകണം എന്നുള്ളതിൽ അത് യാതൊരുവിധ അർത്ഥവുമില്ലാത്തൊരു പോയിൻ്റാണ്. അപ്പോൾ അതിനേക്കാൾ എത്രയോ മികച്ചത് നിലവിൽ പുറത്തേക്ക് വരുന്ന റൂമേഴ്സും റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടറിന് മുൻപ് ചെയ്തിരുന്ന ബിഗ് ഡോഗ് ക്യാരക്ടറിൽ തിരികെ വരണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ തിരികെ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിഗ് ഡോഗ് ക്യാരക്ടറിൽ വരുന്ന റോമൻ റെയിൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ജയും ജിമ്മിയും വരുന്നു. അപ്പോൾ അവരായിട്ട് തുടങ്ങിയ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ ഇനി ബ്ലഡ് ലൈൻ അങ്ങനെ കണ്ട് വളർന്നു പോകണ്ട, ഞങ്ങളായിട്ട് തന്നെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇവർ ഇപ്പോഴത്തെ സോളോ സിക്കോവയ്ക്കെതിരെയുള്ള ബ്ലഡ് ലൈനെതിരെ പോരാടുന്നതും അതിൽ കുറേയധികം ട്വിസ്റ്റുകളും ടേണുകളും സംഭവിക്കുന്നതായിരിക്കും നമുക്ക് റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് കേൾക്കാൻ സാധിക്കുക അല്ലെങ്കിൽ കാണാൻ സാധിക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന റൂമേഴ്സ്. അപ്പോൾ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ജസ്റ്റ് റോമൻ റെയിൻസിനെ കുറിച്ച് കിട്ടുന്ന റൂമേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. റോമൻ റെയിൻസ് തിരികെ വരികയാണെങ്കിൽ അദ്ദേഹം പഴയ ബിഗ് ഡോഗ് ക്യാരക്ടറാണോ അതോ നിലവിൽ അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന ട്രൈബൽ ചീഫ് ക്യാരക്ടറാണ് ചെയ്ത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം? റോമൻ റെയിൻസ് തിരികെ വരുമ്പോൾ ബിഗ് ഡോഗ് ക്യാരക്ടർ അല്ലേ ഫേസ് ക്യാരക്ടറിന് കുറച്ചും കൂടി യോഗ്യത എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ നിങ്ങളുടെ പ്രതികരണങ്ങൾ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.